അഭിനയ മികവിനേക്കാൾ ഉപരി തങ്ങളുടെ കൊഴുത്ത മാറിടവും തുടകളും ശരീരവുമൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഒരു കാലത്ത് ഇടം നേടിയ ഒരു പറ്റം നടിമാരുണ്ട്. അക്കാലത്തൊക്കെ സ്ത്രീയുടെ സൗന്ദര്യ ലക്ഷണമായിട്ട് കവികളൊക്കെ വർണ്ണിച്ചിരുന്നത് വാഴത്തടയെ തോൽപ്പിക്കുന്ന തരത്തിൽ വണ്ണമുള്ള തുടകൾ, ഭാരമേറിയ നിതംബം, നല്ല കനമുള്ള കാർക്കൂന്തൽ, കാമദേവനെ പോലും തോൽപ്പിക്കുന്ന അല്ലെങ്കിൽ മോഹിപ്പിക്കുന്ന തരത്തിലുള്ള അഴകാർന്ന പുരികങ്ങൾ, കണ്ണുകൾ, അമ്പലങ്ങളിലൊക്കെ ദേവതകളെ അനുസ്മരിപ്പിക്കുന്ന മുഖസൗന്ദര്യം, ഇങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ ഇന്നത്തേതിൽ നിന്നും വ്യത്യസ്തമായി പണ്ട് കാലത്ത് ഈ ഒരു സൗന്ദര്യ ലക്ഷണമായിരുന്നു സ്ത്രീയുടേതായിട്ട് ആളുകൾ കണ്ടിരുന്നത്. അപ്പോൾ ഇതേ സൗന്ദര്യ ലക്ഷണത്തിൽ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വന്ന നായികമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് വിജയശ്രീ ആയിരുന്നു. ആ കാലത്തിൽ മരണത്തിൽ അഭയം തേടിയ വിജയശ്രീയുടെ തുടകളെക്കുറിച്ചുള്ള വർണ്ണനയൊക്കെ ഈ തുടകൾ കാണുവാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് അക്കാലത്ത് തിയേറ്ററുകളിലേക്ക് ആളുകൾ ഇടിച്ചു കയറിയിരുന്നു. അവരുടെ ഒരു തുടയെക്കുറിച്ചുള്ള വർണ്ണന എന്ന് പറയുന്നത് നടക്കുമ്പോൾ ശരീരഭാഗം കൂട്ടിയൊരിഞ്ഞ് പലപ്പോഴും രക്തം പൊടിയുമായിരുന്നു. ഇത് കണ്ട് ആർത്തവ രക്തമാണെന്ന് തന്നെ പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ വിജയശ്രീ നടക്കുന്ന ഇങ്ങനെ താറാവൊക്കെ നടക്കുന്ന പോലെ ഒരു കുണിങ്ങിയുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള നടപ്പം, അവരുടെ സൗന്ദര്യത്തെക്കാൾ ഉപരി ഇവരുടെ ഈ മാംസളമായ ശരീരഭാഗം കാണുന്നതിനായിരുന്നു ആളുകൾ ധാരാളമായിട്ട് അക്കാലത്തൊക്കെ സിനിമ തിയേറ്ററിലേക്ക് ഇടിച്ചു കയറിയത്. എന്നാൽ അവർക്ക് അത്യാവശ്യം മുഖകാന്തി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല കണ്ണുകൾ. എന്നാൽ ഇവരുടെ ഈ തുടകളെയും ശരീരത്തിൻ്റെ നിതംബത്തെയൊക്കെ അപേക്ഷിച്ച് മാറിടത്തിന് കണക്കിൽ കഴിഞ്ഞ ഒരു വലിപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരുടെ ഈ ശരീരം ഒരു കാലത്ത് മലയാളികളിലേക്ക് ഉറക്കം കെടുത്തിയിരുന്നു എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ നമ്മുടെ മലയാളികളുടെ മനസ്സിൽ എക്കാലവും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ശ്രീവിദ്യ. ഒരു കാലത്ത് കേരളത്തിലെ പ്രധാനപ്പെട്ട പല മന്ത്രിമാരും അവരെ സ്വന്തമാക്കാൻ മോഹിച്ചിരുന്നു. അവരുടെ ഒപ്പം സമയം ചെലവഴിക്കാൻ ആഗ്രഹിച്ച ആളുകളുടെ ഒരു നീണ്ട നിരയെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. കമലഹാസൻ ഉൾപ്പെടെയുള്ള, ഭരതൻ ഉൾപ്പെടെയുള്ള കാമുകന്മാർ. അതിലുപരി വല്ലാത്ത ഒരു വശ്യ സൗന്ദര്യമായിരുന്നു ശ്രീവിദ്യയ്ക്കെന്ന് നമുക്കറിയാം. അവരുടെ കണ്ണുകളും ഭാരമേറിയ നിതംബം സാധാരണ ഒരു സിനിമാ നടിക്കുമില്ലാത്ത തരത്തിലുള്ള ഒരു ശരീര ഘടനയായിരുന്നു ശ്രീവിദ്യയ്ക്കുള്ളത്. പിൽക്കാലത്ത് അവരെ അപമാനിക്കുന്നതിനും കളിയാക്കുന്നതിനൊക്കെ ആയിട്ട് ഈ കോമഡി പ്രോഗ്രാം അവതരിപ്പിക്കുന്ന പല വ്യക്തികളും വലിയ തലയിണയൊക്കെ വെച്ച് കിട്ടി ഓട്ടോയുടെ പിൻഭാഗത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലൊക്കെ നടന്നു കാണിച്ച് ആ ഒരു സൗന്ദര്യത്തെ വികൃതമാക്കിയിട്ടുമുണ്ട്. അപ്പോൾ ശ്രീവിദ്യയുടെ ശാലീന സൗന്ദര്യവും മനോഹരമായ കണ്ണുകളൊക്കെയുള്ള നടിമാരെ മലയാള സിനിമയിൽ വളരെ കുറവായിരുന്നു. അത്തരത്തിലുള്ളൊരു നടി പിൽക്കാലത്ത് ജനിച്ചിട്ടുമില്ല. ഇതുപോലെ തന്നെ മലയാളികളുടെ ഉറക്കം കെടുത്തിയിരുന്ന ഒരു നടിയായിരുന്നു ചിരിപ്പഴകി എന്ന് എല്ലാവരും വിശേഷിപ്പിക്കുന്ന KR വിജയ. ആദ്യമായിട്ടൊരു ഹെലികോപ്റ്റർ വരെ സ്വന്തമാക്കിയ സുന്ദരിയായ നടി. അവരുടെ ആ ചിരിയെ അത് കൊണ്ടും അത്ര മനോഹരമായ ആ ഒരു സൗന്ദര്യത്തിൻ്റെ ഉടമയായതുകൊണ്ട് തന്നെ അവരെ മോഹിച്ചിരുന്ന ധാരാളം വ്യക്തികളുണ്ടായിരുന്നു. സിനിമ രംഗത്തെ അതിപ്രശസ്തനായ ഒരു വ്യക്തി തന്നെയാണ് അവരെ വിവാഹം കഴിച്ചത്. അദ്ദേഹത്തിന് ഭാര്യയും മക്കളുമൊക്കെ ഉണ്ടായിരിക്കെ തന്നെ KR വിജയെ കണ്ട് മോഹിച്ച് വിവാഹം കഴിച്ചതാണ്. അപ്പോൾ മലയാള സിനിമയിൽ ഏറ്റവും അധികം ദേവി വേഷങ്ങൾ അല്ലെങ്കിൽ ദേവതയുമായിട്ട് ബന്ധപ്പെട്ട തരത്തിലുള്ള വേഷങ്ങൾ ധാരാളമായിട്ട് കൈകാര്യം ചെയ്ത ഒരു വ്യക്തിയാണ് KR വിജയ. അത് അവരുടെ മുഖശ്രീ ഒന്നുകൊണ്ട് മാത്രമാണ്. ഇതുപോലെ തന്നെ ഒരു കാലത്ത് യുവാക്കളുടെ ഉറക്കം കെടുത്തിരുന്ന നടിയായിരുന്നു നമ്മുടെ ജയഭാരതി. അതുകൊണ്ട് തന്നെ ജയഭാരതിയെ മോഹിക്കാത്തവർ കുറവായിരുന്നു. നമുക്കറിയാം ഹരിപോത്തനുമായിട്ടുള്ള ഹരിപോത്തനുമായിട്ടുള്ള ബന്ധം. അതുപോലെ തന്നെ പിൽക്കാലത്ത് ജയഭാരതിയെ മോഹിച്ച് സ്വന്തമാക്കാൻ വന്ന വിൻസെൻറ്റിനെ ഹരിപോത്തനും ഗുണ്ടകളും ഓടിച്ചിട്ട് തല്ലി ഓടിച്ചത് അല്ലേ എന്ന് നമുക്ക് തമാശയായിട്ട് പറയാമെങ്കിലും ഹരിപോത്തൻ്റെ ഇടപെടൽ കൊണ്ട് ജയഭാരതിയുമായിട്ടുള്ള പ്രണയം ഒറ്റ രാത്രി കൊണ്ട് ഉപേക്ഷിച്ച് സിനിമയിൽ നിന്ന് ഏറെക്കുറെ അപ്രത്യക്ഷനായ വിൻസെൻ്റ് പിന്നീട് ഹരിപോത്തനല്ല ഈ ലോകം ഉരുണ്ട് ഇങ്ങോട്ട് വന്നാലും ഞാൻ ജയഭാരതിയുടെ ഒപ്പം തന്നെ ജീവിക്കുമെന്ന് വെല്ലുവിളിച്ച്
മുന്നോട്ട് വന്ന സത്താർ, ഇങ്ങനെ ജയഭാരതിയുടെയൊക്കെ അക്കാലത്തെ പല സിനിമകളും കാണുമ്പോൾ നമുക്കറിയാം അവരുടെ ആ തുടകളുടെയൊക്കെ ഭംഗി എടുത്തു കാണിക്കുന്ന തരത്തിലായിരുന്നു, അല്ലെങ്കിൽ ആകപ്പാടെയുള്ള ആ ശരീരത്തിൻ്റെ ഭംഗിയൊക്കെ എടുത്തു കാണിക്കുന്ന തരത്തിലുള്ള ഒരുപിടി ചിത്രങ്ങൾ അവരുടേതായിട്ട് അക്കാലത്ത് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ മലയാളികളുടെ ഒരു ശ്രദ്ധയെ ആകർഷിച്ച നടിയാണ് ഷീല. ഷീലയുടെ പ്രത്യേകതയൊക്കെ അറിയാം. ആദ്യകാലങ്ങളിലൊക്കെ ഷീല അഭിനയിച്ച ചിത്രങ്ങൾ, അവരുടെ ഏറ്റവും അവസാനം അഭിനയിച്ച ചിത്രങ്ങളൊക്കെ കാണുമ്പോഴും നമുക്കറിയാം അവരുടെ ഈ തുടകൾ, മാംസളമായ ശരീരം, ഇതിനൊക്കെ ധാരാളമായിട്ട് ആരാധകരുണ്ടായിരുന്നു അന്നും ഇന്നും. അതുപോലെ തന്നെ ഷീലയെ മോഹിച്ച വ്യക്തികളിൽ, അല്ലെങ്കിൽ പ്രണയിച്ച വ്യക്തികളിൽ അക്കാലത്തെ പ്രശസ്തനായ നടനായിരുന്ന പ്രേം നസീർ ഉണ്ടായിരുന്നു. അദ്ദേഹം വിവാഹിതനും മറ്റ് ഒരു ഭാര്യയിലെ 2-3 കുട്ടികളുടെയൊക്കെ പിതാവായിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഷീലയുമായിട്ട് പ്രണയത്തിലാകുന്നത്. തന്നെ വിവാഹം കഴിക്കുമെന്ന് ഷീല പ്രതീക്ഷിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് ആ ബന്ധത്തിൽ നിന്ന് നസീർ പുറകോട്ട് പോവുകയും പിന്നീട് അതിനെ തുടർന്ന് ഷീല ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വാർത്തകളൊക്കെ ഒരു കാലത്ത് സിനിമാ രംഗത്തെ പിടിച്ചുലക്കിയ വാർത്തകൾ തന്നെയായിരുന്നു. അപ്പോൾ ഷീലയുടെ സൗന്ദര്യത്തിന് നമുക്ക് മാർക്കിടാനൊന്നും പറ്റില്ല. എന്താണ്, പരീക്കുട്ടി, കറുത്തമ്മയൊക്കെ ഇന്നും നമ്മളുടെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇതുപോലെ തന്നെ മലയാളികളുടെ മനസ്സിലേക്ക് വന്ന മറ്റൊരു നടിയാണ് ഖുശ്ബു, അല്ലേ? സുരേഷ് ഗോപിയുടെയൊക്കെ ഒപ്പമുള്ള അനുഭൂതി എന്ന ചിത്രത്തിലുള്ള ആ ഖുശ്ബുവിൻ്റെ ആ പ്രകടനം, ആ അഭിനയമൊക്കെ ഇപ്പോഴും മലയാളികളുടെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പോൾ പാറപ്പുറത്ത് കിടന്നുകൊണ്ട് ഖുശ്ബുവിൻ്റെ ദേഹത്തേക്ക് വെള്ളം ഇങ്ങനെ വീഴുന്ന ആ രംഗമൊക്കെ നിങ്ങൾ ഓർക്കുമ്പോൾ തന്നെ അറിയാം. അവിടെയും ഖുശ്ബുവിൻ്റെ ആ തുടയുടെ ഭംഗിയാണ്, അല്ലെങ്കിൽ മാംസളമായ ശരീരമാണ് കൂടുതലായിട്ടും എടുത്തു കാണിക്കുന്നത്. പിന്നെ നമുക്ക് പറയാനൊന്നുമില്ല, മലയാളികളുടെ കാലത്തെ സ്വപ്നസുന്ദരിയായ സിൽക്ക് സ്മിത. സിൽക്കിൻ്റെയൊക്കെ രംഗങ്ങളെ കാണുന്നതിന് വേണ്ടിയിട്ട് തന്നെ യുവാക്കളും സ്ത്രീകളും ഒരുപോലെ മോഹിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമുക്ക് സിൽക്ക് സ്മിതയുടെ സൗന്ദര്യത്തെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് വർണ്ണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ തുടയഴകുകൊണ്ട്, ഭാരമേറിയ നിതംബം കൊണ്ടൊക്കെ ഒരു കാലത്തെ മലയാളികളുടെ മനസ്സിനെ തന്നെ ആകമാനം ത്രസിപ്പിച്ച നടിമാരായിരുന്നു ഇവർക്കൊക്കെ അക്കാലത്ത് വിവാദപരമായ ഒന്നിലേറെ പ്രണയങ്ങളുണ്ടായിരുന്നു. അതൊന്നും പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഇവരോടുള്ള ഇഷ്ടമോ താല്പര്യമോ ഒന്നും കുറച്ച് കളഞ്ഞില്ല എന്നുള്ളത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സിനിമാ നടിമാരെ ഒരു കാലത്ത് തമിഴിലെ ജനങ്ങളൊക്കെ ആരാധിക്കുന്ന പോലെ അവരെ കുറിച്ച് എത്രത്തിലുള്ള ഗോസിപ്പ് വന്നാലും ഈ നടിമാരോടുള്ള ഇഷ്ടമൊന്നും ആളുകൾക്ക് അന്നും ഇന്നും കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നത്തെ പല നടിമാരെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖശ്രീയുമില്ല, ശരീരപുഷ്ടിയുമില്ല, പ്രത്യേകിച്ച് യാതൊരു സൗന്ദര്യവുമൊന്നുമില്ല. കോലിൽ തുണി ചുറ്റിയ മാതിരിയുള്ള നടിമാരും സിനിമയിൽ വന്ന് വിജയിക്കുന്നുണ്ട്. അപ്പോൾ സൗന്ദര്യ സങ്കല്പമൊക്കെ മാറിപ്പോയി. പക്ഷെ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ഈ നടിമാരെയൊക്കെ കവച്ചു വയ്ക്കുന്ന തരത്തിലുള്ള അഭിനയശേഷിയുള്ള നടിമാരൊന്നും പിൽക്കാലത്ത് വന്നിട്ടില്ല. അതുപോലെ തന്നെ പലരുടെയും മനസ്സിലൊരു സ്വപ്നസുന്ദരിയാണ് സീമയുടെ സീമയെ സംബന്ധിച്ചിടത്തോളം അധികം വണ്ണമൊന്നും ഉണ്ടായിരുന്ന ശരീരമൊന്നുമല്ല എങ്കിലും അവരുടെ കൈകളും കാലുകളുമൊക്കെ കാണുകയും ഇഷ്ടപ്പെടുകയും ആരാധിക്കുകയും ചെയ്ത ഒരു പറ്റം യുവാക്കൾ അക്കാലത്തുണ്ടായിരുന്നു. സീമയുടെ ഏറ്റവും നല്ല ജോഡിയായിട്ട് ആളുകളെ കണക്കാക്കിയിരുന്നത് നമ്മുടെ ആക്ഷൻ ഹീറോ ആയിരുന്ന ജയനെ തന്നെയായിരുന്നു. മമ്മൂട്ടിയുടെയൊക്കെ ഒപ്പം സീമ ധാരാളം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ആളുകൾക്ക് ജയൻ്റെ ഒപ്പമുള്ള സീമയുടെ അഭിനയമായിരുന്നു കൂടുതൽ പ്രിയങ്കരം എന്ന് തീർച്ചയായിട്ടും നമ്മൾ ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ മലയാള സിനിമയിലെ ഒരു കാലത്ത് നിറഞ്ഞു നിന്ന പ്രശസ്തരായ നടിമാർ ഇവരൊക്കെയാണ്.